കുറച്ച് വർഷങ്ങൾക്ക് മുൻപ് ഞങ്ങളുടെ കപ്പുച്ചിൻ സഭയിൽപ്പെട്ട ഒരു വൈദികൻ, അദ്ദേഹത്തിന് പുറത്തുപോയി പഠിക്കണം, ഡിഗ്രി എടുക്കണം എന്നൊരു ആഗ്രഹം ഉണ്ടായിരുന്നു. അധികാരികൾ അനുവാദം കൊടുത്തില്ല. പിന്നെ അനുവാദമില്ലാതെ തന്നെ അദ്ദേഹം അമേരിക്കയിൽ പോയി പഠനം പൂർത്തീകരിച്ചു. പഠനം കഴിഞ്ഞപ്പോൾ അദ്ദേഹം ഞങ്ങളുടെ പ്രൊവിൻസിലേക്ക്, അന്ന് പ്രൊവിൻഷ്യലിന് ഒരു കത്തെഴുതി, ഞാനിങ്ങനെ നിങ്ങളെ ധിക്കരിച്ച് നിങ്ങളെ അനുവാദമില്ലാതെ അമേരിക്കയിൽ പഠിക്കാൻ വന്നതാണ്. അതെൻ്റെ തെറ്റ്, ഞാൻ സമ്മതിക്കുന്നു. എനിക്ക് പഠനം പൂർത്തീകരിച്ചു, ഇനി എനിക്ക് സഭയിൽ തിരിച്ചു വരണമെന്ന് ആഗ്രഹമുണ്ട്. നിങ്ങൾ എന്നെ എടുക്കുമോ? ഇനി നിങ്ങൾക്ക് എന്നെ എടുക്കാൻ ബുദ്ധിമുട്ടാണെങ്കിൽ മറ്റേതെങ്കിലും ഒരു സഭയിലോ രൂപതയിലോ പ്രവർത്തിക്കാനായിട്ട് എന്നെ സഹായിക്കുമോ? ഉടനെ പ്രൊവിൻഷ്യൽ കൗൺസിലേഴ്സുമായിട്ട് ആലോചിച്ചിട്ട് അദ്ദേഹത്തിന് മറുപടി കൊടുത്ത്, ആദ്യം ഇവിടെ പ്രൊവിൻസിൽ തിരിച്ചു വരിക, എന്നിട്ട് ചെയ്ത തെറ്റിന് ഞങ്ങളൊരു ശിക്ഷ തരും. ആ ശിക്ഷയുടെ കാലാവധി കഴിഞ്ഞതിന് ശേഷം ഞങ്ങൾ തീരുമാനിക്കും നിങ്ങളെ സഭയിലേക്ക് എടുക്കണമോ വേണ്ടയോ എന്ന്. ഇത് ഞങ്ങളുടെ റോമിലുള്ള ഫാദർ ജനറൽ. അദ്ദേഹം അറിഞ്ഞപ്പോൾ അദ്ദേഹം പറഞ്ഞത് ഇപ്രകാരമാണ്: നിങ്ങളുടെ ശിക്ഷയും മറ്റും നിങ്ങളുടെ കയ്യിലിരിക്കട്ടെ. ആദ്യം നിങ്ങൾ തീരുമാനിക്കുക, ആ സഹോദരനെ സഭയിലേക്ക് തിരിച്ചെടുക്കണമോ വേണ്ടയോ എന്ന്. നിങ്ങൾക്ക് തിരിച്ചെടുക്കാൻ ബുദ്ധിമുട്ടാണെങ്കിൽ നിങ്ങൾ ആ സഹോദരനെ സഹായിക്കുക, മറ്റേതെങ്കിലും രൂപതയിലോ സഭയിലോ ചേർന്ന് അദ്ദേഹത്തിൻ്റെ ദൈവവിളി ജീവിക്കാനായിട്ട്. അവിടെ നോക്കിയ അധികാരത്തെക്കുറിച്ചുള്ള രണ്ട് കാഴ്ചപ്പാടുകളാണ്. റോമിലുള്ള ഫാദർ ജനറൽ പറഞ്ഞു, ആ സഹോദരനെ സഹായിക്കുക. ആ സഹോദരൻ ചെയ്ത തെറ്റിനെ കുറിച്ച് ചിന്തിക്കുകയല്ല വേണ്ടത്, അതിനെ ശിക്ഷിക്കാൻ ഇറങ്ങിത്തിരിക്കുകയല്ല വേണ്ടത്. നിങ്ങൾ നോക്കുക, നിങ്ങൾ ശ്രമിക്കുക ഏതെങ്കിലും തരത്തിൽ ആ സഹോദരനെ സഹായിക്കാൻ പറ്റുമോ എന്ന്. ഇവിടെ നമ്മുടെ കേരളത്തിലുള്ളവരെന്താ ചിന്തിച്ചത്? വരട്ടെ, ഞങ്ങൾ ധിക്കരിച്ചുകൊണ്ട് പോയവന് ഒരു പാഠം പഠിപ്പിക്കും എന്നുള്ളത്. അതൊന്നും ക്രിസ്തീയമല്ല. ആ ഫാദർ ജനറൽ കാണിച്ചതാണ് ക്രിസ്തീയമായത്. പോപ്പ് പറഞ്ഞതാണ് ക്രിസ്തീയമായത്. അന്ത്യത്താഴ സമയത്ത് ഈശോ നമ്മളെ പഠിപ്പിച്ചല്ലോ ക്രിസ്തീയ അധികാരം എന്താണെന്ന്. അതിങ്ങനെ സിംഹാസനത്തിലിരുന്ന് ഭരിക്കാനല്ല, കൽപ്പിക്കാനല്ല, അടിച്ചേൽപ്പിക്കാനല്ല, മറിച്ച് പാദാന്തികത്തിലിരുന്നു കൊണ്ട് അവിടെ പാദങ്ങൾ കഴുകി അവരെ ശുശ്രൂഷിക്കുക എന്നുള്ളതാണ്. അധികാരം ശുശ്രൂഷയാണ്, അടിച്ചേൽപ്പിക്കലല്ല, കൽപ്പിക്കലല്ല. നമ്മൾ ആ ഒരു രീതിയിലേക്ക് മാനസാന്തരപ്പെട്ട് വരുമ്പോൾ മാത്രമേ നമ്മൾ ക്രിസ്ത്യാനികളാവുകയുള്ളൂ. ക്രിസ്ത്യാനികൾക്ക് മാത്രമേ സഭയുടെ അധികാര കസേരകളിലൊക്കെ ഇരിക്കാനായിട്ട് അവകാശമുള്ളൂ.